My beautiful souls, very good morning, dears. I'm wishing you all a very great day. എല്ലാവിധ ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ. ഇപ്പോൾ സമയം മോർണിംഗ് ജസ്റ്റ് 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഐ ഡോണ്ട് നോ ഈ സമയം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി റീഡ് ചെയ്യാൻ തോന്നി. നമ്മൾ 21 ഡേ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സിൻ്റെ മോർണിംഗ് സെഷൻ കഴിഞ്ഞ് ഐ ഹാവ് നോ ഐഡിയ എനിക്ക് ഭയങ്കര ഒരു എനർജി ഓർ ഒരു ക്രേവ് എന്തൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അത് ബട്ട് ഐ ഡോണ്ട് നോ ഇന്ന് എനിക്ക് വളരെ ഒരു സ്ട്രോങ് എനർജി ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു മെസ്സേജ് എനിക്ക് തരാനുണ്ടായിരിക്കണം ത്രൂ മൈ കാർഡ്സ്, ത്രൂ മൈ സ്പിരിറ്റ്, ത്രൂ മൈ റീഡിങ്. ഓക്കെ, സോ എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്? ഇന്നത്തെ ദിവസമായിരിക്കാം ഓർ ഈ വീഡിയോ എന്നാണ് നിങ്ങൾ കേൾക്കുന്നത് അന്നായിരിക്കാം. ഓക്കെ, ബിക്കോസ് മോർണിംഗ് എനർജി വളരെ കാമാണ്, വളരെ കണക്റ്റഡ് ആണ് അല്ലേ? സോ നിങ്ങൾക്ക് എന്തൊക്കെയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എസ്പെഷ്യലി ഈ വീഡിയോ നിങ്ങളെ കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് വെരി സ്പെഷ്യൽ മെസ്സേജ്. Okay, so I can see writers, okay, എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ റേസ് യുവർ ഹാൻഡ്, കമൻറ്റ് ചെയ്യുക. മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ റേസ് യുവർ ഹാൻഡ്, കമൻറ്റ് ചെയ്യുക. ടീച്ചേഴ്സ് ഓർ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കാം സ്പെഷ്യലി. ഓക്കെ, അങ്ങനത്തെ ആളുകൾ കേൾക്കണ്ട എന്നുള്ളതല്ല, ബട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ ഒരു ഹിഡൻ ടാലൻ്റ് ആണ് ഓർ നിങ്ങൾക്കുള്ളൊരു ടാലൻറ്റ്, നിങ്ങളുടെ ഒരു നേച്ചർ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ചില ആളുകൾ നല്ലൊരു ലിസണർ ആയിരിക്കാം. അങ്ങനത്തെ ആളുകൾക്കുള്ള മെസ്സേജ് കൂടിയാണിത്. ബിക്കോസ് ഇതൊക്കെയുള്ള കഴിവുള്ള ആളുകളെ നിങ്ങൾ എന്തോ ഒരു കാര്യം ഈ സമയം കേൾക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ലൈഫ് ആക്ച്വലി ഇൻസ്പയർഡ് ആവുന്നത് പോലെ ഒരുപാട് ഇൻസ്പിറേഷൻ കൊണ്ടുവരുന്ന ഒരു സോളാണ് നിങ്ങൾ. ഓക്കെ, വീഡിയോ കാണുന്ന ആളുകൾ, യെസ് ഒരുപാട് ഇൻസ്പിറേഷൻ, ഒരുപാട് നിങ്ങളുടെ ലൈഫ് കൊണ്ടോ, നിങ്ങളുടെ കഴിവ് കൊണ്ടോ, നിങ്ങളുടെ പേർപ്പസ് കൊണ്ടോ നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഒരുപാട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സോൾ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ എന്താണ് നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ്? എന്താണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ്? ഓർ നിങ്ങളെന്ന വ്യക്തി എന്ന് പറയുന്നത് പെട്ടെന്ന് ആളുകളുമായിട്ട് ജെല്ലാവാൻ പറ്റാത്തൊരു പേഴ്സൺ ആയിരിക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് കൂട്ടത്തിൽ നിൽക്കാൻ സാധിക്കില്ല. ഓർ അത് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുന്നത് കൊണ്ടല്ല. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവുന്നുണ്ട്. അവിടെ നിങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ ആളുകൾക്ക് ഈസിലി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലെവലിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ വളരെ റെയർ ആയിട്ടായിരിക്കാം നിങ്ങളുടെ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കും, എസ്പെഷ്യലി ഈ ടൈമിൽ. ഈവൻ നിങ്ങൾ വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും ചില പ്ലേസിൽ വരുന്ന സമയത്ത് നിങ്ങൾ വളരെ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസിൽ നിൽക്കേണ്ടതായിട്ടുള്ള ആളുകളാണ്. ഓക്കെ, സോ അത് ചില സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ ആ ഒരു എനർജി ലെവലിലേക്ക് പല ആളുകൾക്കും കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. നിങ്ങൾ കുറെ കൂടെ എക്സ്പാൻഡ് ആവാണ് എനർജി വൈസ് വരുന്ന സമയത്ത്. നിങ്ങൾക്കത് ആക്ച്വലി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം അല്ലെ? സോ നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ ഗ്ലോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സൈലൻസ് ഒരുപാട് അട്രാക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ സൗണ്ട്, നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങളുടെ പ്രസൻസ്, ഇതൊക്കെ ഈ സമയത്ത് ഒരു ഗ്ലോ, അല്ലെങ്കിൽ ആ ഒരു ഒറ എന്ന് പറയുന്നത് ആളുകൾ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ട് കാണുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ ആളുകളെന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സകല ജീവജാലങ്ങൾക്കും ആ ഒരു അഡ്മിറേഷൻ ഉണ്ടാവുന്നുണ്ട്. പ്രകൃതിക്ക് പോലും നിങ്ങളെടുത്ത് ആ ഒരു അഡ്മിറേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദിസ് റീഡിങ് ഇസ് ഫോർ യു. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ ക്യാൻ സീ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫെമിനിൻ, അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വുമൻ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗേൾ ഭൂമിയിലൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ജെന്റിലായിട്ട് നടക്കുന്നത് പോലെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നടക്കുന്നത് പോലെ ആണ് നിങ്ങളുടെ ഒരു എനർജി, നിങ്ങളുടെ ഒരു സോൾ എനിക്ക് ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഈവൻ നിങ്ങൾ മെയിൽ ഓർ ഫീമെയിൽ ഡസൻറ്റ് മാറ്റർ.
ഓക്കെ. സോ ബിക്കോസ് എന്തുകൊണ്ടാണ് ആ ഒരു ഫെമിനിൻ എനർജി നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്? നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ പോവാണ്, ലൈഫിൻ്റെ ആ ഒരു ഫ്ലോയിൽ പോവാണ്, നിങ്ങളൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല. യു ആർ എൻജോയിങ് ദ പ്രോസസ്. നിങ്ങൾ ആ ഒരു ഒഴുക്കിൽ കൂടെ പോവാണ്. ഓക്കെ. സോ ഒരു ഈസിനെസ് ഉണ്ടാവുന്നുണ്ട്, സമാധാനം. നിങ്ങൾക്കും ആ ഒരു സമാധാനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ കാണുന്ന ആളുകൾക്കും നിങ്ങളുടെ കൂടെ അക്കമ്പനി ചെയ്യുന്ന ആളുകൾക്കും മൈ ഗുഡ്നസ്, കം ഓൺ ഗൈസ്, സി നിങ്ങൾ എന്തോ ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു പാർട്ട്ണർഷിപ്പ്. ഓക്കെ. റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ സറൗണ്ടിങ് എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ആളുകളുടെ ഇന്നർ ചൈൽഡ് ആക്ടിവേറ്റ് ആവും, ഇന്നർ ചൈൽഡ് ഹാപ്പി ആവുന്നുണ്ട്. മേ ബി ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡ് വളരെ നല്ല രീതിയിൽ ഹീൽ ചെയ്യാനോ റീകണക്ട് ചെയ്യാനോ, ഓർ മേ ബി നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഈവൻ നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല നിങ്ങളുടെ ആക്ഷൻ നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ എത്ര സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ലൈക്ക് നിങ്ങൾ ഇത്ര ഡീപ്പായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആക്ഷനിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുക. ഡോണ്ട് വറി അബൌട്ട് ദ റിസൾട്ട്. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ ബോധർ ചെയ്യുന്നുമില്ല. ഓക്കെ. സോ നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ചില ആളുകൾ അത് സെൽഫ് കെയർ ആയിരിക്കാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. എവിടെയാണോ നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷനും അറ്റൻഷനും കെയറും ഒക്കെ കിട്ടുന്നത്. ഓക്കെ. മേ ബി നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളായിരിക്കാം, ഓർ മേ ബി നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. വിച്ച് മീൻസ് ലൈക്ക് നിങ്ങളുടെ കരിയറിലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങൾ ഗ്ലോ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, നിങ്ങൾ മാറ്റർ ആണ്, ഓർ നിങ്ങളുടെ മാസ്കുലിൻ ഫെമിനിൻ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ മാസ്കുലിൻ ഓർ ഫെമിനിൻ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ പ്രോബബ്ലി നിങ്ങൾ ഈ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ഈ സമയത്ത് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ മാറ്റാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷനിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കൺഫർമേഷൻ നിങ്ങൾ അങ്ങനത്തെ ഒരു മാറ്റത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ എനർജറ്റിക്കലി അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ എനർജറ്റിക്കലി ഉണ്ടാവുന്ന ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾ ഇൻ ആൻഡ് ഔട്ട് നിങ്ങൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആവുന്നുണ്ട്, ഒരുപാട് അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ചില കാര്യങ്ങളൊക്കെ എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എന്നുള്ളതല്ല, സകല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് എഫേർട്ട്ലെസ്ലി ഫ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഐ ഡോണ്ട് നോ, നിങ്ങൾ ഈ സമയത്ത് ഒരു ഗോഡ് അല്ലെങ്കിൽ ഗോഡസ് പോലെയാണ്. അത്ര ഒരു ബ്യൂട്ടി ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ വിരലുകൾ, നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ ശരീരം. ഓക്കെ. നിങ്ങൾ എങ്ങനെ കാണാനിരിക്കുന്നു എന്നുള്ളതല്ല, അതിലൊക്കെ ഒരു ദൈവികപരമായിട്ടുള്ള ഒരു സ്പർശനം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്ലോ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ലൈക്ക് ദിസ്. ആദ്യമായിട്ട് പൂക്കുന്ന ഒരു പൂവിൻ്റെ ഒരു ബ്യൂട്ടി എങ്ങനെയായിരിക്കാം, ആദ്യമായിട്ട് ജനിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ബ്യൂട്ടി എങ്ങനെയായിരിക്കാം, ആദ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന ആണിൻ്റെയും പെണ്ണിൻ്റെയും ഗ്ലോ എങ്ങനെയായിരിക്കാം, അല്ലെ, അവരുടെ ഒരു ഭംഗി എങ്ങനെയായിരിക്കും നാച്ചുറലി പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കുക. അങ്ങനെ ചില കാര്യങ്ങൾ റൈറ്റ് പ്ലേസിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു നാച്ചുറൽ ബ്യൂട്ടി പുറത്തേക്ക് വരികയാണ്. അതിന് ഹൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ. നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ചില ആളുകൾ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ. എല്ലാവരും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അട്രാക്റ്റഡ് ആവുകയാണ്. ഓക്കെ. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കണം, ഓർ ആനിമൽസ്, ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ചിരി കേൾക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ചിരി കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ബിക്കോസ് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് വളരെ കണക്റ്റഡ് ആയിട്ട് വളരെ സന്തോഷമായിട്ടാണ് ഈ ഒരു സമയത്ത് നിൽക്കുന്നത്. നിങ്ങൾ അതാണ് ചെയ്യേണ്ടതും. ഓക്കെ. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുക, അതിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിന് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ. അല്ലെങ്കിൽ അതിന് മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഒരു ജെന്റിലായിട്ട് ഒരു കുഞ്ഞു കുട്ടീനെ പോലെ നോക്കുന്നത് പോലെ വേണം നിങ്ങൾ ഈ സമയം നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ, അലോ ചെയ്യുക. ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങൾ നാച്ചുറലി നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. സോ എന്താണ് ഈ ഒരു ബ്യൂട്ടി ഇല്ലാണ്ടാക്കുന്ന ആക്ഷൻ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഇത്രയൊരു
ഇങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് നിങ്ങളെ വരാൻ സമ്മതിക്കാതെ, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു കാര്യങ്ങളായിരിക്കാം, ഇതൊക്കെ നിങ്ങളുടെ തന്നെ ഒരു ട്രൂ നേച്ചർ ആയിരിക്കാം. ബട്ട് ചില പ്ലേസിൽ നിൽക്കുന്ന സമയത്ത്, ചില ആളുകളുടെ കൂടെ നിൽക്കുന്ന സമയത്ത്, ചില ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ചില പാറ്റേൺ നിങ്ങൾ കുറച്ച് സമയമായിട്ട് ഇതിന്നൊക്കെ നിങ്ങളൊന്ന് ഫെയ്ഡ് ആക്കിയിട്ടുണ്ടായിരിക്കണം അല്ലേ. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ഫെയ്ഡ് ആക്കിയിട്ടില്ല, അങ്ങനെ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ കളങ്കപ്പെടുത്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വരികയാണ്. ഇറ്റ്സ് ലൈക്ക് പ്രകൃതി തന്നെ നിങ്ങളെ ക്ലെൻസ് ചെയ്യുന്നത് പോലെ. നിങ്ങളൊരു നാച്ചുറൽ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ പോയി നിൽക്കുന്ന സമയത്ത്, ആ ഒരു വെള്ളം തട്ടുന്ന സമയത്ത് നിങ്ങളുടെ ശരീരവും മനസ്സിനൊക്കെ ആ ഒരു കുളിർമ വരുന്നത് പോലെ, നിങ്ങളുടെ ശരീരവും മനസ്സൊക്കെ ക്ലെൻസ്ഡ് ആവുന്നത് പോലെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ സമയം നിങ്ങൾ കേൾക്കേണ്ട മറ്റൊരു കാര്യം, സ്പെഷ്യലി നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നുണ്ടാവില്ല കുറച്ച് സമയമായിട്ട്, എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളിങ്ങനെ ഒരു ടോക്സിക് അറ്റാച്ച്മെന്റ് എന്തോ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ തന്നെ കീപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അവിടെ ഓപ്പൺ കോൺവെർസേഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, തുറന്ന് സംസാരിക്കേണ്ട പ്ലേസ് ഉണ്ടാവുന്നുണ്ട്. മേ ബി അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ക്ലിയർ ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ അത് പറയേണ്ട പ്ലേസിലോ പറയേണ്ട ആളുകളെടുത്തോ നിങ്ങൾ പറഞ്ഞു തീർക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് അവിടെ ആ ഒരു കാര്യം ക്ലിയർ ചെയ്ത് ആ ഒരു സ്പേസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കാം. ഓക്കെ, ബിക്കോസ് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ചില കാര്യങ്ങൾ, എന്തൊക്കെയോ ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പോകുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയോ ഒരു സംസാരങ്ങൾ നിങ്ങളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. അത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് വളരെ ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിരിക്കാം. ഓക്കെ, പ്രോബബ്ലി അത് നിങ്ങളുടെ ലൈഫിൽ ഒരു സമയത്ത് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പറയണം എന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഓർ നിങ്ങൾ വേറെ ആരുടെയൊക്കെയോ കോൺവെർസേഷൻ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രോബബ്ലി നിങ്ങളൊരു ഹാബിറ്റ് ആയിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഒരു ബെറ്റർ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, സോ അത് നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് ആണ്. ഓക്കെ, ഫ്രം സ്പിരിറ്റ്. ബിക്കോസ് ഇങ്ങനത്തെ ഒരു വേർഷനിലാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിൽക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു കാര്യമാണ് നിങ്ങൾ ജനിക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യമാണ് വീണ്ടും ഗ്രോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഉള്ളിൽ ജനിക്കുക എന്നുള്ളതല്ല, ഇത് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുള്ളൊരു കാര്യമാണ്. ഓക്കെ, അത് ആദ്യമായിട്ടായിരിക്കാം മേ ബി നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മൾ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. സോ നമ്മുടെ സോളിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. സോ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. സോ പല ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്തായിരിക്കാം നമ്മൾ പല കാര്യങ്ങളും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. റൈറ്റ്. സോ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്യുന്നുണ്ട്, ഓക്കെ, സ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ആരും ഒരാൾ നിങ്ങളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതല്ല, ആരും ഒരാൾ നിങ്ങളെ അക്കമ്പനി ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഒരു ടൈമാണിത്. നിങ്ങൾക്ക് ഓൾറെഡി അത് റിലേറ്റഡ് ആയിട്ടുള്ള സൈൻ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഓൾറെഡി ദിസ് ഇസ് എ ഡിവൈൻ ടൈം. ഓക്കെ, സോ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഡിവൈൻ ടൈമാണ്. സോ അതുകൊണ്ടാണ് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഫിസിക്കലി അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, ഈ ടൈം ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് സംസാരിക്കണം അല്ലെങ്കിൽ ഒരുപാട് ഇന്ററാക്ട് ചെയ്യണം എന്ന് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ അല്ലെ. എന്തോ ഒരു കാര്യം, ഓക്കെ, അത് ആരാണെന്നുണ്ടെങ്കിലും. സോ അങ്ങനത്തെ ഒരു പ്ലേസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അവിടെ നന്നായിട്ട് സംസാരിക്കുക എന്നുള്ളതായിരിക്കാം. നിങ്ങളുടെ മനസ്സിൽ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. അതൊക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് കളയുക. ബിക്കോസ് അത് നിങ്ങളിങ്ങനെ ഉള്ളിൽ വെക്കരുത്. ഈവൻ നിങ്ങളുടെ ഇഷ്ടങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വെക്കരുത്. ആ ഒരു ഇഷ്ടം കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് അപ്പോഴും നിങ്ങൾ ഡൗട്ട് ചെയ്ത് നിൽക്കരുത്. അപ്പോഴും നിങ്ങൾ പാസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങൾ അതും നിങ്ങൾ കണക്ട് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇത് നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ ടൈമാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ എന്തൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തൊരു കാര്യം സംഭവിക്കുന്ന ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, അവിടെ ആക്ഷൻ ആണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഫിസിക്കലി അപ്പിയർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. സോ എൻജോയ് ചെയ്യുക, കണക്ട് ചെയ്യുക, ഓർ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ അൺഫിനിഷ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി ഓ മൈ ഗുഡ്നസ്, divine masculine and divine feminine masculine. Okay, so ചില റിലേഷൻഷിപ്പിലേക്ക് വരാൻ നിങ്ങൾ അലൗഡ് ആണ്. ചില റിലേഷൻഷിപ്പ് റീകണക്ട് ചെയ്യാൻ നിങ്ങൾ അലൗഡ് ആണ്. ചിലത് നിങ്ങൾ ഗ്രോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്തിട്ടുണ്ട് ചില പ്ലേസ് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ആരെങ്കിലും
ആരെങ്കിലും നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നുണ്ട്, ആരെങ്കിലും നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ആ ഒരു കൺസിഡറേഷൻ തരുന്നുണ്ട്. ഓക്കെ, ജെന്യൂൻ ആയിട്ട്. ഓക്കെ, അവരുടെ ഒരുപാട് കാര്യങ്ങൾ വളരെ അൺസ്പോക്കൺ ആയിട്ട് കിടന്നിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ചില കാര്യങ്ങളായിരിക്കാം, അത് നിങ്ങൾ ഒരുപാട് ടോക്സിസിറ്റി നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ എന്തെങ്കിലും ഒരു പ്ലേസിൽ നിങ്ങൾക്കൊരു ഡിസ്റ്റൻസ്, നിങ്ങളുടെ ആഗ്രഹത്തിനോ ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനോ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ കോൺവെർസേഷൻ ഉണ്ടാവുന്നില്ല, വളരെ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ സമയത്ത് നിങ്ങൾക്കൊരു അവസരമാണ് നിങ്ങളുടെ ആ ഒരു അൺസ്പോക്കൺ ആയിട്ട് കിടന്നിട്ടുള്ള പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഞാൻ റീസെൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത്, ഇറ്റ്സ് ലൈക്ക് ഇമ്പോസിബിൾ എന്ന് നിങ്ങൾ ചില കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സൂര്യനും ചന്ദ്രനും കാണാന്ന് പറയുന്നത്, അല്ലെ? അവർക്ക് വേണ്ടിയിട്ടാണ് എക്ലിപ്സ് സംഭവിക്കുന്നത് എന്ന് പറയും. സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കാണുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്. സോ ഇമ്പോസിബിൾ എന്ന് പറയുന്ന കാര്യങ്ങളില്ല ചില പ്ലേസിൽ വരുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ എവിടെയാണോ നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ വളരെ ഇപ്പോഴും ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ പാഷനോ പേർപ്പസോ, ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങൾ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. സോ ആ ഒരു മൊമെൻ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ഓർ ആ ഒരു മൊമെൻറ്റിലൂടെയാണ് നിങ്ങൾ പോകുന്നത്, ഓർ ആ ഒരു മൊമെൻ്റ് ആണ് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ചിലത് നിങ്ങൾ വളരെ ടോക്സിക് ആണെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല, അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്, അതിൻ്റെ ബെസ്റ്റ് വേർഷൻ അത് കാണിച്ചു തുടങ്ങുകയാണ്. ഓക്കെ, ഈവൻ നിങ്ങളുടെ അടുത്ത് ടോക്സിക് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ക്വാളിറ്റി നിങ്ങളുടെ അടുത്ത് കാണിച്ചു തുടങ്ങുകയാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, റൈറ്റ്? ഓ മൈ ഗോഡ്, എക്സാക്ട്ലി അങ്ങനത്തെ ചില മാറ്റങ്ങളാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഈവൻ ചില സമയത്ത് നമ്മളും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളല്ല, നമ്മുടെ ഒരു വളരെ റൂഡായിട്ടുള്ള വേർഷൻ കാണിക്കും, അല്ലെ? നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യില്ല, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല, റൈറ്റ്? ബട്ട് നമുക്ക് അങ്ങനെ ചെയ്യാനും സാധിക്കും. സോ നിങ്ങൾക്ക് അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ചില ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക് അത് കണക്ട് ആവുന്നുണ്ട്, അത് ബ്ലെസ്സിങ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ആളുകൾക്ക് നിങ്ങളെ സമീപിക്കുന്ന രീതിയിൽ ഉണ്ടാവുന്ന മാറ്റമായിരിക്കാം, ആളുകൾക്ക് ഉണ്ടാവുന്ന മാറ്റം എന്നുള്ളതല്ല, ചിലതൊക്കെ ഓൾറെഡി ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ റൂഡായിട്ടും വളരെ അപ്രോച്ചബിൾ അല്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരിക്കാം, ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സാഹചര്യം നിങ്ങൾ ലൈഫിൽ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. സോ അവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാണ്, കോൺവെർസേഷൻ ഉണ്ടാവാണ്, ഫ്രീഡം ഉണ്ടാവാണ് ടു എക്സ്പ്രസ്. ഓക്കെ, and again നിങ്ങൾക്ക് അത്ര വാല്യുബിൾ ആയിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. എന്താണോ നിങ്ങൾ ഡിസേർവ് ചെയ്തിട്ടുള്ളത്, എന്താണോ നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ളത്, എന്താണോ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുള്ളത്, അത് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു വലിയൊരു പ്രളയത്തിലൂടെ പോകുന്ന സമയത്തും ചില കാര്യങ്ങൾ നമ്മൾ മരണത്തിൽ പോലും നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും, വിട്ടുകൊടുക്കാണ്ട്, അല്ലെ? സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു പ്രളയത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കുറച്ച് സമയമായിട്ട് പോയിട്ടുണ്ടായിരിക്കാം. അപ്പോഴും ഒരു അമ്മ കുട്ടീനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എത്ര ഹേർട്ടായാലും കുട്ടീനെ എപ്പോഴും ചേർത്ത് പിടിക്കുന്നത് പോലെ എന്തോ ഒരു കാര്യം നിങ്ങൾ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ഇപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്ന സമയത്തും എന്തോ ഒരു കാര്യം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ഒരു ബ്യൂട്ടിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കണം, അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം, റൈറ്റ്? ആൻഡ് അതിൻ്റെ ഒരു അത് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻസ്, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് അവിടെ റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ഇന്റൻഷൻ റൈറ്റ് ആയിരുന്നു, ചിലത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ചില കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം നിൽക്കുന്നുണ്ട്, ഈവൻ അതിൻ്റെ പ്രസൻസ് ഇല്ലാണ്ടോ, ഈവൻ അതിലെന്തൊക്കെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹത്തിൽ ഇപ്പോഴും എത്ര ഉറച്ചു നിൽക്കുന്നുണ്ട്, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് നിങ്ങളത് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതിനുള്ളൊരു റിസൾട്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഫൈനലി
നിങ്ങൾക്കിത് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടേതാവുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ, സീ ലവ്, അൺകണ്ടീഷണൽ ലവ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു നദി ഒഴുകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു അരുവി ഒഴുകുന്നത് പോലെയാണ് നിങ്ങളുടെ ലൈഫിൽ സ്നേഹം ഫ്ലോ ചെയ്യുന്നത്. എസ്പെഷ്യലി ഒരു മേജർ ആയിട്ടുള്ള ഷിഫ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ ലൈഫ് ഓഫർ ചെയ്യുന്ന സമയത്ത് അവിടെ പാസ്റ്റിലെ കാര്യങ്ങളൊന്നും നിങ്ങൾ ബോദർ ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാൻ പാടില്ല. ഈ സമയത്ത് നല്ലതുണ്ടോ, ഈ സമയത്ത് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ടേബിൾ സെർവ് ചെയ്തിട്ടുണ്ടോ, അത് വളരെ സന്തോഷമായിട്ട് ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഐ ഡോണ്ട് നോ ഇത് നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. റിലേഷൻഷിപ്പിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, വളരെ ക്വാളിറ്റി ഉള്ള കാര്യം അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം. ബിക്കോസ് യു ഗൈസ് ആർ സ്പെഷ്യൽ. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ദൈവാധീനം അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഐ ഡോണ്ട് നോ ഗോഡ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ചൈൽഡ് ആണ് മദർ യൂണിവേഴ്സ്. സോ നിങ്ങൾക്ക് ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു അംശം ഉണ്ടാവുന്നുണ്ട്, ഒരു ബ്യൂട്ടി ഉണ്ടാവുന്നുണ്ട്, ആ ഒരു ഫെമിനിൻ ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്, ആ ഒരു മാസ്കുലിൻ ഓൾറെഡി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണെന്നുള്ളത് അല്ലേ. ഇൻ ആൻഡ് ഔട്ട് നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ പാഷൻ എന്താണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ സോളിന് ഉണ്ടാവുന്ന അവെയർനെസ്, നിങ്ങൾ കണക്ട് ചെയ്യുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്കുള്ള കൺഫർമേഷനാണ് നിങ്ങൾ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സോൾ ആണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഡിവൈൻ സർപ്രൈസസ്, ഡിവൈൻ ഹാപ്പിനെസ്, ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ നോക്കുന്ന സമയത്ത് വാവ് എന്ന് തോന്നുന്നത് അല്ലേ, അല്ലെങ്കിൽ ഒരു ആഹാ മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ. ഇതൊക്കെ ഒരു കൺഫർമേഷനാണ് നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചൈൽഡാണ് ഓഫ് ദി മദർ യൂണിവേഴ്സ്. റൈറ്റ്, റിലേറ്റ് ചെയ്യുക. സോ അതൊരിക്കലും നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. സോ ലൈഫ് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് ഗായ്സ്. അത് 2 കൈ നീട്ടി സ്വീകരിക്കുക, എക്സ്പ്രസ് ചെയ്യുക, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക, ഇൻവോൾവ് ആവുക. ചില കാര്യങ്ങൾ വരുന്ന സമയത്ത്, ചില ആളുകൾ വരുന്ന സമയത്ത്, ചില ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത്, ചില ജോബിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത്, ആഗ്രഹിച്ച ചില കാര്യം ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് എൻജോയ് ചെയ്യുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക. അത്രമാത്രം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ, അത്രമാത്രമാണ് നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ പേർപ്പസ് എന്ന് പറയുന്നത്. ലൈഫ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ പോവാണ്, ബിക്കോസ് ദിസ് ഇസ് എ ഡിവൈൻ ടൈം. ഓക്കെ, അത് തരുന്ന സമയത്ത് ആസ്വദിക്കുക, നല്ല രീതിയിൽ നിങ്ങളത് ആസ്വദിക്കുക. അതെന്താവും ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ്, ഹാപ്പിനെസ്, എന്തെങ്കിലും കാര്യങ്ങൾ ഫിസിക്കലി അപ്പിയർ ആവുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായിട്ട് കണക്ട് ചെയ്യുക, റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷനായിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ. ബട്ട് ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഓരോ ആളുകളും കമൻറ്റ് ചെയ്യുക, ബിക്കോസ് ദിസ് ഇസ് വെരി സ്പെഷ്യൽ സൈക്കിക് റീഡിംഗ്. താങ്ക് യു.